നമസ്കാരം. ഇന്ന് എടുത്തിട്ടുള്ളത് +1 പ്രവേശനം തന്നെയാണ്. +1 പ്രവേശനത്തിലെ തേർഡ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് ഇന്ന് വിശദമായി നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഈ രണ്ടാം അലോട്ട്മെന്റിന്റെ പ്രവേശനം 22, 23 തീയതികളിൽ, അതായത് തിങ്കളും ചൊവ്വയുമായിട്ട് +1 സെക്കൻഡ് അലോട്ട്മെന്റിന്റെ പ്രവേശനം നടക്കുകയാണ്. അപ്പോൾ +1 സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അലോട്ട്മെന്റ് വന്നത് ശരിക്കും ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ചത്തെ ഒരു കണക്കനുസരിച്ച് രണ്ടാം അലോട്ട്മെന്റ് പ്രവേശനത്തിന് മുമ്പ് നടത്തിയതിന് ശേഷം 77,334 സീറ്റുകൾ മിച്ചമുണ്ട്. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇനി അലോട്ട്മെന്റ് നടക്കുക എന്നുള്ള കാര്യമാണ് നോക്കുക. ആ മിച്ചമുള്ള സീറ്റുകളുടെ കണക്കാണ് നമ്മൾ പറയുന്നത്. ഈ കണക്ക് +2 സോറി സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഉള്ള കണക്കാണ്. അതായത് ഞായറാഴ്ച വൈകുന്നേരമുള്ള കണക്കാണ്. ഈ ഞായറാഴ്ച ഉള്ള കണക്കാണ് ഈ പറയുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് 4,625 സീറ്റുകൾ ഒഴിവുണ്ട്. കൊല്ലത്ത് 3,731 സീറ്റുകള് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞു കിടക്കാണ്. പത്തനംതിട്ടയിലെ 2,382 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ആലപ്പുഴയിലെ 3,810 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കോട്ടയത്ത് 3,331 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇടുക്കിയിൽ 1,817 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാണ്. എറണാകുളത്ത് 5,158 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാണ്. തൃശ്ശൂര് 5,195 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. പാലക്കാട് 5,405 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കോഴിക്കോട് 8,274 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. മലപ്പുറത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മലപ്പുറത്തുള്ളത്. മലപ്പുറത്ത് ഒരുപാട് സ്കൂളുകളുണ്ട്. ഒരുപാട് +1 സീറ്റുകൾ ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അവിടെ 18,107 സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. വയനാട് 2,094 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കണ്ണൂര് 8,480 സീറ്റുകളാണ് ഒഴിവുള്ളത്. കാസർഗോഡ് 4,925 സീറ്റുകളും ഒഴിഞ്ഞു കിടക്കാണ്. അങ്ങനെ ആകെ 77,334 സീറ്റുകളാണ് നമുക്ക് ഞായറാഴ്ച വരെ ഒഴിവുള്ളത്. അപ്പൊ ഞായറാഴ്ച സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള ഒഴിവുകളാണ് ഈ പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ 77,334 ഒഴിവുകളിലേക്ക് ഏത് അലോട്ട്മെന്റിനാ കുട്ടികളെ പരിഗണിക്കുക? തേർഡ് അലോട്ട്മെന്റിലാണ് പരിഗണിക്കുക. അത് കൂടാതെ ഈ 22-നും 23-നും സെക്കൻഡ് അലോട്ട്മെന്റിലെ 2 ദിവസങ്ങളാണ് 22, 23. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ടാണ് പ്രവേശനം, സെക്കൻഡ് അലോട്ട്മെന്റ്. ആ പ്രവേശനം നേടാത്ത കുട്ടികൾ കുറെ ഉണ്ടാവും. അത് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടി പറയും. അതിന്റെ കണക്ക് നമുക്ക് അവരെ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കണക്ക് ബുധനാഴ്ച പറയാം. എന്തായാലും ഈ തേർഡ് അലോട്ട്മെന്റിൽ ഇപ്പം നിലനിൽക്കുന്നതനുസരിച്ച് 77,334 സീറ്റുകളിലേക്ക് തേർഡ് അലോട്ട്മെന്റിൽ വരും. അതിനു പുറമെ ഇപ്പോ ഈ തിങ്കളും ചൊവ്വയും പ്രവേശനം അലോട്ട്മെന്റ് കൊടുത്തിട്ട് പ്രവേശനം നേടാത്ത കുട്ടികൾ കൂടി, ആ ഒഴിവുകൾ കൂടി ഇതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കും. അതെങ്ങനെയാ വരിക എന്ന് വെച്ചാല്, പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇപ്പൊ ഈ സെക്കൻഡിന്റെ കൂട്ടത്തിൽ 3 അലോട്ട്മെന്റുകളാണ് വന്നത്. ഒന്ന് സെക്കൻഡ് അലോട്ട്മെന്റ്, പിന്നെ മറ്റൊന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ്, മറ്റൊന്ന് സ്പോർട്സ് കോട്ടയിലേക്കുള്ള അലോട്ട്മെന്റ്. ഈ മോഡൽ റെസിഡൻസിലേക്ക്, അത് MRS എന്നാ പറയാ, MRSിലേക്കുള്ളതും സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ കൊടുത്തിട്ടുള്ള കുട്ടികൾ അങ്ങോട്ട് പോകും. അപ്പോൾ ആ കുട്ടികൾ പോകുന്ന ഒഴിവും ഇവിടെ വരും. അപ്പോൾ നമുക്ക് മെറിറ്റ് സീറ്റുകളുടെ 29-ാം തീയതി പരിഗണിക്കുന്ന സീറ്റുകളുടെ എണ്ണം വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാ ഈ സീറ്റുകൾ വന്നത്, എങ്ങനെയാ ഈ ഒഴിവുകൾ വന്നത്, അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ SC/ST ഒഴിവുകൾ എന്ന് പറയുന്നത് 45,697 ഒഴിവുകളാണ് SC/STക്ക് ഉള്ളത്. SC/ST റിസർവേഷനിൽ ശരിക്കും 20% സീറ്റുകളാണ് ഒരു സ്കൂളിൽ ഒഴിവുള്ളത്.
ഇപ്പൊ 400 കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറിയിൽ 400 കുട്ടികളുള്ള ഒരു സീറ്റ് ഒരു സ്കൂളിൽ SC STക്ക് 20% സീറ്റുകൾ ഉണ്ട്. അതായത് 80 സീറ്റുകൾ അവർക്കാണ്. 400 സീറ്റുകളുള്ള ഒരു സ്കൂളിൽ 80 സീറ്റുകൾ SC STക്ക് ഉള്ളതാണ്. അത് ഗവൺമെന്റ് സ്കൂളിലും ഉണ്ട്, എയ്ഡഡ് സ്കൂളിലും ഉണ്ട്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. എയ്ഡഡ് എന്നോ ഗവൺമെന്റ് എന്നോ ഇല്ല. അതിലെല്ലാവർക്കും എല്ലാ സ്ഥലത്തും 20% റിസർവേഷൻ ഉണ്ട്. അപ്പോ ആ SC STക്ക് എന്നാൽ റിസർവേഷൻ ഇത്രയുണ്ടെങ്കിലും 20% സീറ്റുകൾ റിസർവേഷൻ ഉണ്ടെങ്കിലും അവിടെ SC ST വിഭാഗത്തിൽ വേണ്ടത്ര അപേക്ഷകര് ഇല്ല. പ്രത്യേകിച്ച് സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ വേണ്ടത്ര അപേക്ഷകര് അവിടെ ഇല്ല. അപ്പോൾ കേരളത്തില് അവർ SC ST സീറ്റുകളിലുള്ള ഒഴിവുകൾ മാത്രം 45,697 സീറ്റുകൾ SC ST റിസർവേഷൻ കോട്ടയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലേ ഒഴിഞ്ഞു കിടക്കണം, അതാണ് സത്യം. അപ്പോൾ ആ ഒഴിവുകളിലേക്ക്, ആ SC ST ഒഴിവുകളിലേക്ക്, അതായത് 45,697 സീറ്റുള്ള ഒഴിവുകളിലേക്ക് തേർഡ് അലോട്ട്മെന്റിൽ ആ നിയമനം നടത്തുക, പ്രവേശനിക്കുക. ആ തേർഡ് അലോട്ട്മെന്റിൽ ആ കമ്മ്യൂണിറ്റിക്ക് ആദ്യം OECക്ക് കൊടുക്കും, പിന്നെ ഈഴവ തീയയ്ക്ക് കൊടുക്കും, അത് കഴിഞ്ഞ് മുസ്ലിമിന് കൊടുക്കും, ലാറ്റിൻ കാത്തലിക്കിന് കൊടുക്കും, OEC ക്രിസ്ത്യന് കൊടുക്കും, വിശ്വകർമ്മയ്ക്ക് കൊടുക്കും, കുടുംബി സമുദായത്തിന് ഒക്കെ കൊടുക്കും. അവരുടെ ശതമാനം അനുസരിച്ചു മാത്രം, ആ റിസർവേഷൻ ശതമാനം അനുസരിച്ച് മാത്രം. അത് നിങ്ങൾക്ക് അറിയാം, 8% ഈഴവ തീയയ്ക്ക് റിസർവേഷൻ, മുസ്ലിമിന് 7%. അങ്ങനെ ഓരോ കാറ്റഗറിക്കും റിസർവേഷൻ ഉണ്ട്. ആ ശതമാനം അനുസരിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സീറ്റുകൾ ജനറൽ മെറിറ്റിലേക്ക് വരും. അപ്പൊ ഇത് എല്ലാ സീറ്റുകളും, ഈ റിസർവേഷൻ സീറ്റുകളിലേക്കായാലും ശരി, ജനറൽ മെറിറ്റ് സീറ്റുകളിലേക്കായാലും ഒക്കെ ശരി, ആ ഒക്കെ സീറ്റുകളിലേക്കും ഈ തേർഡ് അലോട്ട്മെന്റിൽ പ്രവേശനം നടക്കും. മറ്റൊന്ന് പറയാനുള്ളത്, EWSൽ 12,044 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പാവപ്പെട്ടവർ കുറവെന്ന പഠിക്കുന്ന കുട്ടികളിൽ മുന്നോക്ക ജാതിയിലെ പിന്നോക്കക്കാരായിട്ടുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ EWS എന്ന് പറയുന്നത്. അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അതാണ് EWS. EWSൽ പക്ഷേ 10% റിസർവേഷനാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ ഉള്ളത് റിസർവേഷൻ. 10% റിസർവേഷൻ ഗവൺമെന്റ് സ്കൂളുകളിലുണ്ട്. അതിൽ പക്ഷേ 12,044 സീറ്റുകളോ ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലേ ഒഴിഞ്ഞു കിടക്കുക. ആ സീറ്റുകളിലേക്കും ഏതിൽ അലോട്ട്മെന്റ് നടക്കുക? തേർഡ് അലോട്ട്മെന്റ് ആണ് നടക്കുക. അപ്പോ SC ST, EWS എന്നീ കാറ്റഗറിയിലൊക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് മുതൽ ഒഴിഞ്ഞു കിടന്ന സീറ്റുകളിലേക്കൊക്കെ പ്രവേശനം നടക്കുന്നത് തേർഡ് അലോട്ട്മെന്റിലാണ്. സെക്കൻഡിൽ കുറഞ്ഞ സീറ്റുകളിലേക്ക് മാത്രമേ അത്തരത്തിൽ പ്രവേശനം നടന്നിട്ടുള്ളൂ. അതായത് ഫസ്റ്റിൽ ജോയിൻ ചെയ്യാത്ത, പ്രവേശനം നേടാത്ത സീറ്റുകളിലേക്ക് മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രവേശനം നടന്നിട്ടുള്ളൂ. അത് സീറ്റുകളുടെ എണ്ണം തുലോം 24,000-ഓളം സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ടാണ് മിക്കവാറും കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് നോക്കിയപ്പോൾ നോ ചേഞ്ച് കാണിച്ചത്. അവിടെ പ്രവേശനം നടന്ന സീറ്റുകളുടെ എണ്ണം കുറവായിരുന്നു സെക്കൻഡ് അലോട്ട്മെന്റിൽ. എന്നാൽ തേർഡ് അലോട്ട്മെന്റിൽ അങ്ങനെയല്ല. തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കേൾക്കണം, അത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരുപാട് പേർക്ക് നോ ചേഞ്ച് വന്നു. കാരണം അവിടെ സീറ്റിന്റെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ടാണ്. അത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ തേർഡ് വരുമ്പോഴത്തേക്ക് വീണ്ടും കുറയോ എന്നുള്ള സംശയം വേണ്ട. തേർഡിലാണ് ബമ്പർ, ലോട്ടറിയാണ് തേർഡ് അലോട്ട്മെന്റ്. നിങ്ങൾ കേൾക്കണം, അത് ശരിക്കും ഒരു ബമ്പർ അലോട്ട്മെന്റ് ആണ്. തേർഡ് അലോട്ട്മെന്റ് ഈ ബമ്പർ ലോട്ടറി അടിക്കുന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, അതുപോലെ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ഒരൊറ്റ സീറ്റും ബാക്കി വെക്കാതെ പ്രവേശനം നടത്തും. നമ്മൾ ഈ ആദ്യ സ്പെല്ലിലെ ഏകജാല സംവിധാനത്തിലെ ഫസ്റ്റ് സ്പെല്ലിലെ ലാസ്റ്റ് അലോട്ട്മെന്റ് ആണ് തേർഡ് അലോട്ട്മെന്റ്. ഒരു സീറ്റും ബാക്കി വെക്കുക, മുഴുവൻ സീറ്റിലേക്കും പ്രവേശനം നടക്കും. അപ്പോൾ ഇന്നിപ്പോ സീറ്റ് 77,334 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. 22-ാം തീയതി 23-ാം തീയതിയും അഡ്മിഷൻ കഴിയുമ്പോൾ സീറ്റുകൾ ഇനിയും കൂടും. കാരണം സ്പോർട്സ് കോട്ടയിലേക്ക് പോയ കുട്ടികളുണ്ടാവും, MRSലേക്ക് പോയ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ പോകുമ്പോൾ ആ ഒഴിവുകൾ ഇവിടെ നാളെയും മറ്റന്നാളും പ്രവേശനം നേടാത്ത കുട്ടികൾ ഉണ്ടാവും നമ്മുടെ ജനറൽ മെറിറ്റിൽ.
അപ്പോൾ ആ സീറ്റുകളുടെ എണ്ണം കൂടി ഈ 77,334 കൂടും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് 90,000-നും 1,00,000 ഇടയിലുമുള്ള സീറ്റുകളിലേക്കാണ് തേർഡ് അലോട്ട്മെന്റിൽ പ്രവേശനം നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, കൃത്യം കണക്ക് ഇതിൽ ഏകദേശമാണ് ഞാനിപ്പോ പറഞ്ഞത്. 1,00,000-ത്തിനടുത്ത്, 90-നും 1,00,000-ത്തിനും അടുത്താണ് ഏകദേശം ഞാൻ പറഞ്ഞത്. ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും. അതിന്റെ കൃത്യമായ കണക്ക് ബുധനോ വ്യാഴമോ നമുക്ക് ബുധനാഴ്ച തന്നെ കിട്ടും. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ചുരുക്കി പറഞ്ഞാലേ 1,00,000-ത്തിനടുത്ത് സീറ്റുകളിലേക്കാണ് തേർഡ് അലോട്ട്മെന്റിൽ പ്രവേശനം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ, നിങ്ങൾ തന്നെ ചിന്തിച്ചോ. അപ്പോ അവിടെ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോ നിങ്ങൾ ഈ റാങ്ക് ഒക്കെ ചെക്ക് ചെയ്തിരിക്കുന്ന കുട്ടികളായിപ്പോ 100 റാങ്ക് വ്യത്യാസമൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. എന്നാൽ ഈ ചില സ്കൂളില് 200-ന്റെ വ്യത്യാസവും 300-ന്റെ വ്യത്യാസത്തിലും ഉള്ളവർക്കും കിട്ടും. കാരണം ഈ റാങ്ക് വ്യത്യാസം കിട്ടൽ എന്ന് പറയുന്നത് അത് സ്കൂളിനെ ആശ്രയിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ടൈറ്റുള്ള സ്കൂളുകളുണ്ട്, കിട്ടാൻ ടൈറ്റുള്ള സ്കൂളുകൾ. അവിടെ ഒരു 50-ന്റെ വ്യത്യാസം പോലും ചിലപ്പം കിട്ടില്ല. എന്നാൽ ചില എളുപ്പത്തിൽ കിട്ടുന്ന പിന്നെ നമ്മൾ ഓരോ സ്കൂളുകൾക്കും മാർക്ക് ഇട്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും നല്ല സ്കൂള്, ഏറ്റവും അത് പോരാ, അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കൂളാണ്, കുറച്ചുകൂടി മെച്ചമാണ്, അങ്ങനെ പല തരത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോ സ്കൂളിനെയും തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ആ വെച്ച സ്കൂളില് ചില സ്റ്റാൻഡേർഡ് കൂടിയ നമ്മൾ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന സ്കൂളിൽ ചിലപ്പോൾ ഒരു 50-ന്റെ ഡിഫറൻസിൽ പോലും റാങ്കിന് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു ആവറേജിലൊക്കെ 100-ന്റെ വ്യത്യാസമൊന്നും ഒരു വ്യത്യാസമേ അല്ല, അതൊക്കെ കിട്ടും. 200-ഉം 300-ഉം ഡിഫറൻസ് ഉള്ള ചില സ്കൂളിൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ റാങ്കിന്റെ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് അത് സ്കൂളുകളുടെ ആ നിലവാരത്തിനനുസരിച്ചാണ്. സ്കൂളെല്ലാം നല്ല സ്കൂളാണ്, പക്ഷെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ ചില സ്കൂളുകൾ നല്ലതും ചില സ്കൂളുകൾ പോരാ എന്നും അത് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട, എല്ലാവർക്കും തന്നെ കിട്ടും എന്നാ എൻ്റെ ഒരു നിരീക്ഷണം. നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയും, കിട്ടിയാലും കിട്ടിയില്ല, അപ്പം നിങ്ങൾക്ക് അത് പറയാൻ കഴിയും. അപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ ചേരാത്തവരുണ്ടെങ്കിൽ, ഇനിയിപ്പോ നമ്മൾ തേർഡ് അലോട്ട്മെന്റിൽ ഇത്തരത്തില് ബഹുഭൂരിപക്ഷം പേരും ഒരു 80, 85, 90% പേർക്കും തേർഡ് അലോട്ട്മെന്റിൽ കിട്ടും. അതിൽ ചില കുട്ടികൾക്ക് മാത്രം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ആവണമെന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ആവണമെന്നില്ല. പക്ഷെ ഈ കോഴ്സും സ്കൂളും ഒക്കെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ് സാധാരണ ചെയ്യുക. ഇപ്പോൾ സാധാരണ കൊമേഴ്സ്, കമ്പ്യൂട്ടർ കൊമേഴ്സ് കിട്ടേണ്ടവർക്ക് ചിലപ്പോൾ സാധാ കൊമേഴ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാ കോഴ്സിനും എല്ലാ ഗ്രൂപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്കൂള് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചേർന്നുകൊണ്ടായിരിക്കും ചില സ്കൂളിനോട് നമുക്ക് കൂടുതൽ താല്പര്യം, അല്ലെ നമ്മൾ പഠിച്ച സ്കൂളിനോട് ഒരു താല്പര്യമുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചമുള്ളതായിരിക്കും നമ്മുടെ അടുത്ത സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു ബലം പിടുത്തം, ഒരു മസിൽ പിടുത്തം നമുക്ക് വേണ്ട. ഇന്ന കോഴ്സേ ഞാൻ ചെയ്യൂ എന്ന് വാശി പിടിക്കേണ്ട. ചിലപ്പം വ്യത്യാസപ്പെടുത്തി നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. എല്ലാ സ്കൂളുകളും നല്ലതാണ്, ഇന്ന സ്കൂളിലേ ഞാൻ പഠിക്കൂ എന്നുള്ള വാശി നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും സ്കൂളിൽ നമുക്ക് നല്ല കോഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ ചേരാൻ വേണ്ടി കഴിയും. പിന്നെ ഒരു ട്രാൻസ്ഫർ ചാൻസ് കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് അന്നേരം, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ വരിക, അത് വേണമെങ്കിൽ ആ സമയത്ത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ചേരാത്തവരുണ്ടെങ്കിൽ അതും വരാം. കാരണം തേർഡ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരോ ചേരാത്തവരോ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിറ്റി പറഞ്ഞു വെച്ച് ഓക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട ജൂലൈ 2-നാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ തേർഡ് അലോട്ട്മെന്റിൽ കുറച്ച് പേര് പ്രവേശിക്കാത്തവരായിട്ടുണ്ടാവും. ആ ഒഴിവുകളിലേക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കുക. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതിയ അപേക്ഷയും പുതിയ ലോഗിനും ഒക്കെ ചെയ്തിട്ട് വേണം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്താൻ. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ആ സമയത്ത് എല്ലാ കാര്യങ്ങളെ പറ്റി, സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ പറ്റി, ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി, നിങ്ങൾക്ക് SLCയുടെ മാർക്ക് ലിസ്റ്റ് എങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ച്, ട്രാൻസ്ഫർ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ ചാനലിൽ ഞാൻ പറഞ്ഞു തരും. ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് വെറുതെ ഇതൊന്നും ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ തേർഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിസ്മയം ഉണ്ടാവും, പ്രതീക്ഷിക്കാത്ത ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടും. ഇത്രമാത്രം പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നന്ദി, നമസ്കാരം.